മാറ്റങ്ങളുണ്ടാകാം. പക്ഷേ ഇങ്ങനെയൊരു മാറ്റം ആരും കരുതിയതല്ല. CPM-ഉം BJP-യും പോലും. ചുവപ്പിൽ നിന്ന് കാവിയിലേക്കുള്ള സ്മിതാ സുന്ദരേശൻ്റെ പരിണാമം. അഡ്വക്കേറ്റ് സുന്ദരേശൻ എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൾ. അറിവ് വെച്ച കാലം തൊട്ട് ഇടതിനൊപ്പം യാത്ര ചെയ്തവൾ. പലരും പല കാരണങ്ങൾ കൊണ്ടും പാർട്ടി ബന്ധം ഉപേക്ഷിച്ചു പോയേക്കാം. പക്ഷേ സ്മിതാ സുന്ദരേശൻ BJP-യുടെ പാളയത്തിലേക്ക് പോകുമെന്ന് ആരും നനച്ചതല്ല. ജീവിതം പ്രസ്ഥാനത്തിനായി ഒഴിഞ്ഞുവെച്ച തന്നെ കുറ്റപ്പെടുത്താനും അവഗണിക്കാനും ശ്രമിച്ചപ്പോൾ മനോവേദയോടെ എടുത്ത തീരുമാനമാകാം. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ വേള വരെ അഡ്വക്കേറ്റ് ജോയിക്കും OS അംബികയ്ക്കുമൊപ്പം ഉണ്ടായിരുന്നു സ്മിതാ സുന്ദരേശൻ. മരണം വരെ താൻ ഇടതുപക്ഷത്തായിരിക്കുമെന്ന് സഖാവ് സുന്ദരേശൻ ആണയിട്ട് പറയുമ്പോഴും മകളുടെ ഉറച്ച തീരുമാനത്തിന് അച്ഛൻ്റെ മൗന അനുവാദമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. BJP-യിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ CPM ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി തന്നെയാണ് എടുത്തു പറയാനുള്ളത്. പിന്നെ തീർച്ചയായിട്ടും നരേന്ദ്രമോദിജിയുടെ ആ ഒരു നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന ആ ഒരു വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിലുടനീളം നമുക്കുണ്ടാവണം. അതിന് മാത്രമേ ഇനി നിലനിൽപ്പുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കൂടിയാണ് ഞാൻ ഇതുപോലൊരു തീരുമാനമെടുത്തത്. പിന്നെ എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം, ഒരു രാഷ്ട്രീയ പാരമ്പര്യം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അച്ഛൻ ദീർഘകാലം വർക്കല CPM-ൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. അതുപോലെ തന്നെ CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. 2006 വർക്കലയിലെ അസംബ്ലി സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അത്രയും ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അത്തരമൊരു തീരുമാനത്തിൽ ഞാൻ എത്താനുണ്ടായ സാഹചര്യം ഒന്നൊന്നായിട്ട് ഞാൻ എന്തായാലും പറയുന്നില്ല. കാരണം സാധാരണ അല്ലെങ്കിൽ കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമായിരിക്കാം. എന്തായാലും പെട്ടെന്നെടുത്തൊരു തീരുമാനമൊന്നും അല്ല. കുറച്ച് നാളുകളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയമാണ്. അതിലേക്ക് എന്നെ എത്തിച്ചതിന് CPM-ൻ്റെ വർക്കല നേതൃത്വത്തിന് ഒരു നിർണായകമായ പങ്കുണ്ട് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ. സ്മിതാ സുന്ദരേശൻ CPM വിട്ടുന്നതിനെപ്പറ്റി പ്രതികരണങ്ങൾക്കൊന്നും സഖാക്കൾ തയ്യാറായിട്ടുമില്ല. സമ്മതിദായകർക്ക് നമസ്തേ പറഞ്ഞ് സ്മിതാ സുന്ദരേശൻ ചോദിച്ചു, എനിക്കൊരു വോട്ട്, താമരയ്ക്കൊരു വോട്ട്.